ടൊവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്തത് പിരീഡ് ആക്ഷൻ ഡ്രാമ പള്ളിച്ചട്ടമ്പി തിയേറ്ററുകളിൽ മികച്ച മുന്നേറ്റം തുടരുന്നു. ചിത്രം ആദ്യ വാരാന്ത്യം മികച്ച പ്രകടനം കാഴ്ചവച്ചെങ്കിലും പ്രദർശനത്തിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രദർശനത്തിന്റെ 6ാം ദിനമായ തിങ്കളാഴ്ച ചിത്രം ഇന്ത്യയിൽ നിന്ന് 59 ലക്ഷം രൂപ നെറ്റ് കളക്ഷൻ നേടി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രവൃത്തി ദിവസമായതിനാൽ കളക്ഷനിൽ 63.1% കുറവുണ്ടായെങ്കിലും നിലവിൽ ചിത്രം ഇന്ത്യയിൽ നിന്ന് ആകെ 10.61 കോടി രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. 1957-58 കാലഘട്ടങ്ങളിലെ ഇടുക്കി ജില്ലയിലെ ഒരു മലയോര കാർഷിക ഗ്രാമത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. വലിയ മുതൽമുടക്കിൽ വിശാലമായ ക്യാൻവാസിൽ വലിയ താരനിരയുടെ അകമ്പടിയോടെയാണ് ചിത്രമെത്തിയത്. ഗ്രൗണ്ടഡ് ആയ മാസ് ആക്ഷൻ ചിത്രമായാണ് പള്ളിച്ചട്ടമ്പിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എത്തുന്ന കരുത്തനായ കഥാപാത്രമായാണ് ടൊവിനോ എത്തുന്നത്. ഖയാദു ലോഹർ അവതരിപ്പിക്കുന്ന റബേക്ക എന്ന കഥാപാത്രം സിനിമയിലെ സംഭവവികാസങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു.